അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇതിൽ ഇപ്പോൾ ഗൂഢാലോചന എന്തുകൊണ്ട് തെളിഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ നമുക്ക് മറുപടി പറയാനാവില്ല. ഈ പറഞ്ഞ പോലെ വിധി തീർപ്പ് അത് നമുക്ക് മുന്നിലില്ല. എങ്കിൽ പോലും ഈ കേസിൻ്റെ ചരിത്രത്തിലുള്ളത് ഈ പറഞ്ഞതുപോലെ 8-ാം പ്രതി അതിലേക്ക് ചേർക്കപ്പെട്ട ശേഷം ഈ ആക്രമണകാരികൾക്ക് പുറത്തു നടന്ന ഗൂഢാലോചന അന്വേഷിച്ച് പിന്നീട് പോലീസ് അതിലേക്ക് ചേർത്തതിന് ശേഷം നടന്ന കോടതിയിൽ നടന്ന സമൂഹത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 261 സാക്ഷികൾ വന്നതിൽ 28 പേർ കൂട്ടക്കൂറുമാറ്റം നടത്തി. അത് പ്രതിക്ക് അനുകൂലമായിരുന്നു. ഗൂഢാലോചന ആരോപിക്കപ്പെട്ട പ്രതിക്ക് അനുകൂലമായി 28 പേർ കൂറുമാറ്റപ്പെട്ടു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇത്തരത്തിലുള്ള ഗൂഢാലോചന ചേർക്കപ്പെട്ടതിന് ശേഷം നടന്ന ഒരു അട്ടിമറിയുടെ പരിണതി കൂടിയാണോ ഇന്ന് ഈ ഗൂഢാലോചന തെളിയാതെ പോയത് എന്ന സംശയം എല്ലാവർക്കുമുണ്ട്. അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ മുന്നിലില്ലാത്ത വിവരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് താങ്കളുടെ അനുഭവ പരിചയത്തിൽ നിന്ന് എന്ത് കൂട്ടിച്ചേർക്കാനുണ്ട്? ഒപ്പം തന്നെ ഇവിടെ ഉയർന്ന കാര്യങ്ങളിലുള്ള താങ്കളുടെ പ്രതികരണവും. ലാൽകുമാർ. അല്ല, ഇവിടെ 3 പേരും അതിഗൗരവമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ പറയുന്നതിൻ്റെ എക്കോ എനിക്ക് വരുന്നു, അതൊന്ന് പരിഹരിച്ചുള്ളൂ. PCR അതൊന്ന് ശ്രദ്ധിക്കാം. ലാൽകുമാറിന് എക്കോ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. സാമൂഹിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ നമുക്കതിനെ ഈ വിഷയത്തെ കാണാം. അതല്ലാതെ ലീഗൽ സൈഡിലും കാണാം. 2 ആസ്പെക്റ്റും ഇതിനകത്തുണ്ട്. ഇപ്പം തമ്പി സാർ പറഞ്ഞതുപോലെ ലീഗൽ കേസിനകത്ത് എവിഡൻസ് ആണ് വേണ്ടത്. നമുക്ക് ക്ലിഞ്ചിങ് എവിഡൻസ് കൊടുക്കുക എന്ന് നമ്മൾ പറയും. ക്ലിഞ്ചിങ് എവിഡൻസ് തന്നെ ആവശ്യവുമാണ്. ഇവിടെ ഈ ക്രൈമിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, 10 പ്രതികളുള്ളതിൽ 6 പേരെ ശിക്ഷിച്ചു. അപ്പോൾ ഈ ആദ്യത്തെ 6 പേരും ഡയറക്റ്റ്ലി ഈ ക്രൈം അല്ലെങ്കിൽ ഈ ഒഫൻസുമായിട്ട് ഇൻവോൾവ് ആണ്. കാര്യം അവർക്ക് എതിരെ മൊഴി അതിജീവിതയുടെ മൊഴി തന്നെയുണ്ട്. ബാക്കിയുള്ളവരിലേക്ക് വന്നാൽ അവർക്കെതിരെ നമുക്ക് പറയാൻ പറ്റുന്ന എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ്. അല്ലാതെ ഡയറക്റ്റായിട്ട് അവരെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒഫൻസിൽ അവർ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല. അപ്പോൾ പിന്നെ അവരിലേക്ക് വരുന്നത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വഴിയാണ് പ്രൂവ് ചെയ്യാൻ ഇതിനെ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോൺ കോളിൻ്റെ ട്രേസസ്, ഈ പറയുന്ന ഡിജിറ്റൽ ട്രേസസ്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ റിലൈ ചെയ്യും. പ്രോസിക്യൂഷൻ റിലൈ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ 8-ാം പ്രതി ഇതിനകത്ത് ഈ 6, 7, 8, 9, 10 അല്ലെങ്കിൽ ഈ 10 പേരിൽ 8-ാം പ്രതി ഇല്ലെങ്കിൽ ബാക്കി ആർക്കെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ഇന്ന് ആസിഫ് അലി സാർ ചോദിക്കുന്നത് കേട്ടു. സത്യത്തിൽ അതിനൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷേ നമുക്ക് അയാളിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരുപാട് എവിഡൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് പ്രോസിക്യൂഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും പറയുന്നത് കേട്ടു. ഒരാശ്വാസമുള്ളത് ഇവിടെ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസിനെ കുറിച്ച് തമ്പി സാർ പറഞ്ഞല്ലോ. അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് പ്രോപ്പർ അല്ല എന്നിരിക്കട്ടെ, ഒരു ഉദാഹരണം. പ്രോപ്പർ അല്ല എങ്കിലും അപ്പലേറ്റ് കോർട്ടിന് അത് റെക്ടിഫൈ ചെയ്യാം. എവിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രയലിനകത്ത് എവിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എവിഡൻസിനെ ലോവർ കോർട്ട് അല്ലെങ്കിൽ ദ കോർട്ട് ബിലോ സെഷൻസ് കോടതി അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടല്ല. ഷീ കെയിം ടു എ കൺക്ലൂഷൻ ബട്ട് അപ്രീഷിയേറ്റഡ് ഇൻ എ റോങ് മാനർ. അത് നമുക്ക് എപ്പോഴും ആശാവഹമാണ്. കാര്യം അപ്പലേറ്റ് കോടതിക്ക് അത് റെക്ടിഫൈ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ക്ലിയർ കട്ട് എവിഡൻസ് പലപ്പോഴും ഇതിനകത്ത് ആവശ്യമാണ്. കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ കാര്യം അതാണ്. ഇയാളിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ എന്ത് ക്ലിഞ്ചിങ് എവിഡൻസ് ഉണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നോക്കൂ, നമ്മുടെ നിയമ സംവിധാനത്തിൽ നമ്മൾ എടുക്കുന്ന എന്താ, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ആണ് ബേസിക് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അപ്പം ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാം ബാധകമാണ്. അത് 8-ാം പ്രതിക്കും 1-ാം പ്രതിക്കും 10-ാം പ്രതിക്കും എല്ലാം ബാധകമാണ്. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഇല്ലാതെ വരിക പലപ്പോഴും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകളിലാണ് വരുന്നത്. ഇപ്പോൾ പോക്സോ എടുക്കുകയാണെങ്കിൽ ബേർഡൻ ഇയാളുടെ മണ്ടയ്ക്കാണ്, ഇയാൾ പ്രൂവ് ചെയ്യണം. അല്ല എങ്കിൽ പ്രോസിക്യൂഷൻ തന്നെ ഇയാളെ പ്രൂവ് ചെയ്യേണ്ടത് ഒരു ആവശ്യമുണ്ട്. അത്രത്തോളം ക്ലിഞ്ചിങ് എവിഡൻസ് ഹാജരാക്കിയിട്ടുണ്ട് എങ്കിൽ പ്രശ്നമില്ല. സർക്കംസ്റ്റാൻസ് മേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം. ഇപ്പോൾ നോക്കൂ, ഒരു ചെയിനാണ്. ആ ചെയിൻ്റെ എല്ലാ ലിങ്കുകളുടെയും എല്ലാ സർക്കംസ്റ്റാൻസും ക്ലിയർ കട്ടായിട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ആ കേസ് വീക്കാവും. എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് ഇത് തമ്പി സാറിന് പറയാൻ കഴിയും. പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം,
എവിഡൻസിലേക്ക് നമ്മുടെ കാര്യം വന്നിട്ടുണ്ട് എങ്കിൽ ലോവർ കോർട്ടിൻ്റെ അല്ലെങ്കിൽ സെഷൻസ് കോർട്ടിൻ്റെ, ഞാൻ ഈ ലോവർ കോർട്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സെഷൻസ് വരുന്ന ലോവർ കോർട്ട് എന്നുള്ളൊരു പ്രയോഗം നടത്താൻ പാടുന്ന സുപ്രീം കോടതി ഒരു ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു രീതി വെച്ചിട്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ സെഷൻസ് കോർട്ടിൻ്റെ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് കറക്റ്റായിട്ട് വന്നിട്ടില്ല എങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അത് ഈ വിധിയെ, ഇപ്പോഴത്തെ വിധി നമുക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആണെങ്കിലും അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, അതാണ് അതിൻ്റെ ലീഗൽ പാരലൻസ്. ലെറ്റ് us കം ടു ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്റ്റ്. അത് കൃത്യമായ ആതിര പറഞ്ഞു, കൃത്യമായ ഒരു സംശയം രഹിതമായ ആതിര എന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്, നമുക്ക് ഈ ഒഫൻസിൻ്റെ ഭാഗമായി ഒരു അതിജീവിത തന്നെ പുറത്തു വരുന്നു, അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അവർക്ക് നേരിട്ട കാര്യങ്ങൾ അവർ പറയുന്നു. ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക്, ഇന്ത്യയിലെ ആൾക്കാരല്ല, ലോകം ചർച്ച ചെയ്യുന്നതിലേക്ക് ഈ കാര്യം മാറി. അപ്പോൾ ഒരു തൊഴിലിടത്ത് ഒരു ലേഡിക്ക് നേരിടേണ്ട വരുന്ന ബുദ്ധിമുട്ട്, അതുവഴി ഒരു കോൺസ്പിറസി വഴി റേപ്പ് ചെയ്യുക, അതിനകത്തൊരു ലാർജർ കോൺസ്പിറസി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഈ എവിഡൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ നിൽക്കട്ടെ, സാമാന്യ യുക്തിയുള്ളവർക്ക് അത് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവർക്ക് ഇയാളുമായി ഇവരെ ഇത് ചെയ്തിട്ട് അവർക്ക് എന്താ കാര്യം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വലിയ വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ വ്യക്തമായി എങ്ങനെ സർക്കാർ ആക്ട് ചെയ്യും, സർക്കാർ എങ്ങനെ ഇടപെടും, സമൂഹം എങ്ങനെ ഇടപെടും, സമൂഹം ആരുടെ കൂട്ടത്തിൽ നിൽക്കും. നോക്കൂ, കുറേ ആൾക്കാർ ഹീറോയിസം കാണിക്കുന്നു, ദിലീപേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ ഏട്ടൻ എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ സൊസൈറ്റി അറ്റ് ലാർജ് ദിലീപിനെ തള്ളിക്കളയാണ് ചെയ്തത്. നോക്കൂ, അത് തള്ളിക്കളയുന്നു എന്ന് ഞാൻ പറയുന്നതിന് കാര്യം, ഓരോ വീട്ടുകളിലെയും ആൾക്കാരോട് ചോദിച്ചാൽ ദിലീപിനെതിരായിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിന് ഒരു റിഫ്ലക്ഷൻ ദിലീപിൻ്റെ സിനിമകൾ തന്നെയാണ്. നോക്കൂ, അത് കഴിഞ്ഞ പിന്നെ ദിലീപിൻ്റെ സിനിമ ഒരെണ്ണം പോലും രക്ഷപ്പെട്ടിട്ടില്ല. കാര്യം അത് സമൂഹത്തിൻ്റെ ഒരു റിയാക്ഷനാണ്. അയാൾ ഒഫൻസ് ചെയ്തു, കമ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വരുമ്പം അതിനോടുള്ള സമൂഹത്തിൻ്റെ റെസ്പോൺസ്. അപ്പം എനിക്ക് സമൂഹത്തിൽ വലിയ പ്രത്യാശയാണ് ഈ കേസിൽ നിന്ന് വന്നത്. കാര്യം സമൂഹം അയാളെ ഏലിയനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സമൂഹത്തിന് റിയാക്ട് ചെയ്യാനുള്ള ശക്തി, അയാളുടെ തൊഴിലിടത്തിൽ അയാൾക്ക് ഒരു സാധ്യത, അയാൾ അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അയാൾ പ്രതീക്ഷിക്കുക സക്സസ് ഓഫ് എ സിനിമയാണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഗോൺ. അത് അങ്ങനൊരു അവസ്ഥയിലേക്ക് സമൂഹത്തിനൊരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റി എന്നുള്ളതിന് വലിയ കാര്യമുണ്ട്. അപ്പം എനിക്കിതുമായി ബന്ധപ്പെട്ട ഒരു അത് പറഞ്ഞു, സോഷ്യോ പൊളിറ്റിക്കൽ ലൈനിൽ പെർഫെക്റ്റായിട്ട് ഇയാൾക്ക് റെസ്പോൺസ് കൊടുക്കാനും അതിജീവിതരോട് നിൽക്കാനും കുറേ ന്യൂസൻസ് ഉള്ള ആൾക്കാർ, ഈ വേളം ഉണ്ടാക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഫ്രിഞ്ച് എലമെൻറ്റ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ചന്ദ്രേട്ട. അത് ഏത് കേസിലായാലും പറഞ്ഞുകൊണ്ടിരിക്കും. സമൂഹത്തിന് കൽപ്പാന്തകാലത്തോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരെ നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. അതല്ല സമൂഹം, അത് ഡീവിയൻറ്റുകളാണ്, അത് സോഷ്യൽ ഡീവിയൻസ് ഉള്ള കുറേ വ്യക്തിത്വങ്ങളാണ്. അത് ഈ പറയുന്ന ബലാത്സംഗം ചെയ്താലും ബലാത്സംഗം ചെയ്തില്ലെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ ആൾക്കാർ വരികയും സംസാരിക്കുകയും ചെയ്യും. പക്ഷെ അല്ലാതെ പൊതു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ഇതിനെ ഡീൽ ചെയ്ത്, സർക്കാർ ഡീൽ ചെയ്ത്. അതൊന്ന്. പിന്നെ ഈ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, എവിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ക്ലിയർ കേസായിട്ട് എവിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് ക്യാൻ ബി ഡെൽറ്റ് വിത്ത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. കാര്യം അത് മേലോട്ട് കോടതി കിടക്കുകയാണ്. തമ്പി സാർ പറഞ്ഞ പോലെ ഒരു കോടതിയിൽ താഴെ തോറ്റു എന്നുള്ളത് കൊണ്ട് ഹൈക്കോടതിയിലേക്കോ മറ്റ് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പം തിരിച്ചു വരില്ല എന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ട. ആദ്യത്തെ 6 പേരെ ശിക്ഷിച്ചു എന്നുള്ളതും അവർ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തലുമുണ്ട്. അപ്പോൾ ഈ 6 പേരിൽ നിന്നുള്ള ബാക്കിയുള്ളവരിലേക്കുള്ള കണക്ഷൻ എത്ര പ്രോപ്പറായിട്ട് മേക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതിനകത്താണ് ചോദ്യം കിടക്കുന്നത്.